എൻ്റെ പേര് ജാക്ക്. പണ്ട് ഞാൻ ഒരു പോലീസായിരുന്നു. ഇപ്പോൾ ടൗണിന് പുറത്ത് ഒരു ട്രെയിലർ പാർക്കിലാണ് താമസം. വേറെ നല്ല സ്ഥലത്ത് മാറാൻ പറ്റാത്തത് കൊണ്ടൊന്നുമല്ല. എനിക്ക് വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ആ ഒരു കാംനെസ് വേറെ എവിടെയും കിട്ടില്ല. പിന്നെ ഇവിടുത്തെ ഫിഷിംഗ് സ്പോട്ട്, മണിക്കൂറുകളോളം ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ വേറൊരു നല്ല ഫിഷിംഗ് സ്പോട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ചില ദിവസം രാവിലെ ഞാൻ പോയി ആ വെള്ളത്തിൻ്റെ അടുത്തിരിക്കും. മടിയിലൊരു തെർമോസ് കോഫിയും കാണും. ആ സമയത്ത് നമുക്ക് തോന്നും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. എൻ്റെ കയ്യിൽ കൂടുതലൊന്നുമില്ല, പക്ഷെ ഉള്ള കാര്യങ്ങളൊക്കെ ധാരാളമാണ്. എൻ്റെ ട്രെയിലർ കുറച്ച് ബീറ്റപ്പാണ്, പഴകിയതാ. പക്ഷെ അതെൻ്റേതാണ്. ഞാൻ തന്നെയാണ് അത് റിപ്പയർ ചെയ്തത്. റൂഫിങ്ങും വയറിങ്ങും എല്ലാം ഞാൻ തന്നെ ഫിക്സ് ചെയ്തു. ഇവിടുത്തെ മിക്കവർക്കും അതൊന്നും നന്നാക്കാൻ താല്പര്യമില്ല. പക്ഷെ എനിക്ക് ബിസി ആയിരിക്കുന്നതാണ് ഇഷ്ടം. കൈകൾക്ക് എപ്പോഴും എന്തെങ്കിലും വർക്ക് വേണം. എൻ്റെ ലൈഫിന് ഒരു പർപ്പസ് ഉണ്ടെന്ന് അതെന്നെ റിമൈൻഡ് ചെയ്യും. 25 വർഷം പോലീസിലായിരുന്നു. എന്നാലും അത്ര വലിയ അക്കോംപ്ലിഷ്മെൻ്റ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. പെൻഷൻ കൊണ്ട് വീട്ടു സാധനങ്ങൾ വാങ്ങാൻ പോലും തികയുന്നില്ല. ബാഡ്ജ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരും നമ്മളെ ഓർക്കില്ല. പക്ഷെ പുറത്തെന്തെങ്കിലും ബാഡായിട്ട് നടക്കുന്നത് കണ്ടാൽ ഞാൻ ചെല്ലും, ഹെൽപ്പ് ചെയ്യാൻ തോന്നും. അതാണ് എൻ്റെ നേച്ചർ. അതുകൊണ്ടിപ്പോൾ ഞാൻ ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി ഫിക്സ് ചെയ്യുന്നു. വാഷിംഗ് മെഷീൻ, ഫെൻസസ്, പിന്നെ ലീക്കി പൈപ്സ് ഒക്കെ. 7ാം നമ്പർ ലോട്ടിലെ മിസ്സിസ് ലിയറിയുടെ സ്റ്റെപ്പ് പോയാൽ എന്നെയാണ് വിളിക്കുക. ഞാൻ കാശൊന്നും ചോദിക്കാറില്ല. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ബിയർ തരും, അല്ലെങ്കിൽ കുറച്ച് പൈസ എടുത്ത് തരും. ചിലപ്പോൾ ഒരു താങ്ക്സ് മാത്രം, അത് മതി എനിക്ക്. എന്നാലും ഐ മിസ് ദ ജോബ്. ആ യൂണിഫോമും ആ മീനിങ്ങുള്ള ജോലിയും ഒക്കെ മിസ് ചെയ്യുന്നു. പക്ഷെ എല്ലാത്തിലും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുന്നതാണ് ഞാൻ മിസ് ചെയ്യുന്നത്. പീപ്പിൾ ട്രസ്റ്റഡ് മീ. ഇപ്പോൾ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതും അതുകൊണ്ടാണ്. സിമ്പിൾ ലൈഫാണ്. രാവിലെ എഴുന്നേൽക്കും, കോഫി ഉണ്ടാക്കും, വേറെ പണിയൊന്നുമില്ലെങ്കിൽ ഫിഷിങ്ങിന് പോകും, കുറച്ചു നേരം പുറത്തിരുന്ന് വെയിൽ കാണും. ഇപ്പോൾ എല്ലാവരും റഷിലാണ്, പക്ഷേ എനിക്ക് സ്ലോനെസ് ആണ് ഇഷ്ടം. രാവിലെ ഒരു പ്രത്യേക സ്മെല്ലാണ് ഇവിടെ, മണ്ണിൻ്റെയും പൈൻ ട്രീയുടെയും എല്ലാം കൂടി. അത് ഓർക്കുമ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡാണ് ഓർമ്മ വരിക. എൻ്റെ ഗ്രാൻഡ് ഡാഡിന് ഒരു പുഴയുടെ അടുത്ത് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഫെൻസ് ഫിക്സ് ചെയ്യാനും ടാക്കിൾ ബോക്സ് എടുക്കാനും എല്ലാം ഞാൻ അയാളെ ഹെൽപ്പ് ചെയ്യും. സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പഠിക്കണമെന്ന് അയാൾ പറയും. ഞാൻ അതിപ്പോഴും ഓർത്തു വയ്ക്കാറുണ്ട്. ആൾക്കാർ പറയും ഞാൻ ക്വയറ്റ് ആണെന്ന്. ശരിയാ, പണിയുള്ള നേരത്ത് പിന്നെ എന്തിനാ സംസാരിക്കുന്നത്? പക്ഷെ ഞാൻ എല്ലാം കേൾക്കും. ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് അവരുടെ ഫാമിലിയുടെ കാര്യവും വേവലാതികളൊക്കെ പറയും. ഞാൻ ചുമ്മാ തലയാട്ടും. ഈ ലോകം മൊത്തം ലൗഡാണ്, പക്ഷെ ആരും ശ്രദ്ധിക്കില്ല. അപ്പോ അതാണ് ഞാൻ, ജാക്ക്. റിട്ടയർഡ് കോപ്പ്, പാർട്ട് ടൈം ഹാൻഡിമാൻ, ഫുൾ ടൈം ഫിഷർമാൻ. കുഴപ്പങ്ങളൊന്നും ഞാൻ തപ്പിപ്പോകാറില്ല. പക്ഷെ ട്രബിൾ, അത് നമ്മളെ തപ്പി വരും. ലെനിയുടെ ഫെൻസ് നന്നാക്കുന്നതിൻ്റെ ഇടയിലാണ് ആ ട്രക്കിൻ്റെ സൗണ്ട് കേട്ടത്. ഒരു പഴയ റാറ്റിൽ സൗണ്ട്. എൻജിൻ നല്ല കണ്ടീഷനിലല്ല എന്ന് കേട്ടാലേ അറിയാം. ഞാൻ വിയർപ്പൊക്കെ തുടച്ച് ചുറ്റികയിൽ ചാരി നിന്നു. ആ ട്രക്ക് എൻ്റെ ട്രെയിലറിൻ്റെ അടുത്ത് വന്ന് നിന്നു. ഏൾ തോമസ് ആയിരുന്നു അത്. ഒരു ഫാർമറാണ്. ഏൾ നല്ല ടയേർഡായിരുന്നു. ബൂട്ട്സ് മുഴുവൻ ചെളിയാണ്. മോർണിംഗ് ജാക്ക്, അയാൾ പറഞ്ഞു. മോർണിംഗ്. എന്തുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ? അയാളൊന്ന് തലയാട്ടി. പിന്നെ ഞാൻ നന്നാക്കുന്ന ഫെൻസിലേക്ക് നോക്കി. ഇന്നലെ രാത്രി എന്തോ സംഭവിച്ചു. എൻ്റെ 3 ആടുകളെ എന്തോ കൊന്നു. കയോട്ടീസ് ആയിരിക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ അതിനൊക്കെ ഭയങ്കര ബാഡായിട്ട് കീറി മുറിച്ചിട്ടുണ്ട്. ഐ മീൻ റിയൽ ബാഡ്. കയോട്ടീസ് ആണെങ്കിൽ തൊണ്ടയിലാണ് അറ്റാക്ക് ചെയ്യുക. ക്ലീൻ കില്ലായിരിക്കും, ഞാൻ പറഞ്ഞു. ഇത് പലയിടത്തായി ചിതറിക്കിടക്കുകയായിരുന്നു. ഒരാട് പാടത്തിൻ്റെ മറ്റേ വശത്താണ് കിടന്നത്. എന്തോ വലിച്ചു കൊണ്ടുപോയതുപോലെയുണ്ട്. പിന്നെ അതിൻ്റെ ട്രാക്സ്. അത് ശരിയല്ല. അയാളൊന്ന് നിർത്തി. ആ കാഴ്ച വീണ്ടും ഓർക്കുന്നത് പോലെ ഞാൻ അയാൾ പറയുന്നത് കേട്ടുകൊണ്ട് നിന്നു. അടയാളങ്ങൾക്ക് നല്ല വീതിയുണ്ട്, നല്ല ആഴവുമുണ്ട്. അത് നായയുടെ കാൽപ്പാടുകളൊന്നുമല്ല. പിന്നെ അത് ബൂട്ട്സ് ഇട്ട് ആരുമല്ല. എനിക്ക് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് ഒരു ഷൂവിൻ്റെ പാടും മൃഗത്തിൻ്റെ പാടും തിരിച്ചറിയാൻ അറിയാം, ഏൾ പറഞ്ഞു. ഞാൻ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല, ജസ്റ്റ് കേട്ടു. ഏൾ തൻ്റെ ട്രക്കിൽ ചാരി നിന്നു. ചിലപ്പോൾ ഞാൻ വെറുതെ പേടിക്കുന്നതാവാം. ഏതെങ്കിലും വലിയ നായയായിരിക്കും, ആരെങ്കിലും അഴിച്ചുവിട്ട ഏതെങ്കിലും ബ്രീഡ് ആവാം. നീ ആനിമൽ കൺട്രോളിനെ വിളിച്ചോ? ഞാൻ ചോദിച്ചു. അയാളൊന്ന് പുച്ഛിച്ച് ചിരിച്ചു. നമ്മുടെ അടുത്തുള്ള ഒരേ ഒരു ഓപ്ഷൻ ആ ഫീഡ് സ്റ്റോറിലെ ഡഗ്ഗാണ്. അയാൾക്ക് 10 അടി നടന്ന അപ്പം ശ്വാസം മുട്ടും.
നോക്ക് ജാക്ക്, നീ ഇപ്പോൾ പോലീസ് അല്ലെന്നറിയാം, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിനക്ക് നല്ല ബുദ്ധിയുണ്ട്. നീ ഒന്ന് വന്ന് നോക്കിയാൽ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാം. ഞാൻ സാവധാനം തലയാട്ടി, കൈകൾ ഒരു തുണിയിൽ തുടച്ചു. ഞാൻ ഇനി വൈകുന്നേരം അങ്ങോട്ട് വരാം. അത് കേട്ടപ്പോൾ ഏളിൻ്റെ ടെൻഷൻ ഒന്ന് കുറഞ്ഞു. താങ്ക്സ് ജാക്ക്, വലിയ ഉപകാരം. അയാൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് പൊടി പറത്തി ഓടിച്ചു പോയി. ആ വണ്ടിയുടെ ബാക്ക് ലൈറ്റ് മറയുന്നത് വരെ ഞാൻ നോക്കി നിന്നു. എനിക്കിതിൽ എന്തോ പന്തികേട് തോന്നി. ആ ആടുകളുടെ കാര്യമായാലും ആ പാടുകളുടെ കാര്യമായാലും. പക്ഷേ ഏളിന് വേണ്ടി ഒന്ന് പോയി നോക്കാമെന്ന് ഞാൻ കരുതി. വൈകുന്നേരം ഞാൻ അവിടെ എത്തിയപ്പോൾ ഏള് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വെയിലൊക്കെ താഴ്ന്നു തുടങ്ങിയായിരുന്നു. അയാൾ എന്നെ കൂട്ടി ആടുകളെ കെട്ടുന്ന സ്ഥലത്ത് പിന്നീടുള്ള പാടത്തേക്ക് കൊണ്ടുപോയി. ദാ ഇവിടെയാണ്, ആ കാടിൻ്റെ അപ്പുറത്താണ് സംഭവിച്ചത്, അയാൾ പറഞ്ഞു. ഞങ്ങളൊന്നും മിണ്ടാതെ നടന്നു. കരിയിലകൾ ഞെരിയുന്ന ശബ്ദം മാത്രം. പാടം കഴിഞ്ഞ് കുന്നിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു ഫീലിംഗ് തോന്നി. ഭയങ്കര സൈലൻസ്. പക്ഷികളുടെ ശബ്ദം പോലും കേൾക്കാനില്ല. ഒരു മരക്കുറ്റിയുടെ അടുത്തേക്ക് വിരൽ ചൂണ്ടി. ആദ്യത്തേതിനെ ഇവിടെയാണ് കണ്ടത്, ബാക്കിയുള്ളവ ദൂരെയായിരുന്നു. ഞാൻ കുനിഞ്ഞിരുന്ന് ശ്രദ്ധിച്ചു നോക്കി. മണ്ണിൽ ഉണങ്ങിയ രക്തവും കുറച്ച് രോമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് ചെയ്ത മൃഗം ഒന്നും അങ്ങോട്ട് തിന്നിട്ടില്ല, വെറുതെ മാന്തി കീറിയതാണ്. പുല്ലുകൾ ചതഞ്ഞു കിടക്കുന്ന വഴി നോക്കി ഞാൻ മുന്നോട്ട് നടന്നു. കുന്നിൻ്റെ ചോട്ടിലേക്ക് അതൊരു പാത പോലെ കിടന്നു. പിന്നിൽ തന്നെ നിന്നു. ഓരോ 10 അടി കൂടുമ്പോഴും എനിക്ക് ഓരോ ലക്ഷണങ്ങൾ കാട്ടിക്കൊണ്ടിരുന്നു. മരത്തിൻ്റെ തൊലി ഉരിഞ്ഞു പോയിട്ടുണ്ട്. ഒരു ചെറിയ മരത്തിൻ്റെ മുകളിൽ ഞാൻ ആ പാട് കണ്ടു. നഖങ്ങൾ കൊണ്ട് ആഴത്തിൽ മാന്തിയതാണ്. 4 വരകൾ, നല്ല ആഴത്തിൽ. ഞാൻ എൻ്റെ കൈ അതിൻ്റെ അടുത്ത് വെച്ച് നോക്കി. ഓരോ വരയ്ക്കും എൻ്റെ വിരലിൻ്റെ അത്രയും വീതിയുണ്ട്. ഇതെന്തായാലും ഒരു കൈയോട്ടിയല്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല. ആ പാടുകൾ നോക്കി ഞാൻ മുന്നോട്ട് പോയി. കല്ലുകൾ നിറഞ്ഞ ഒരു ഭാഗത്തേക്ക് ആ പാത തിരിയുന്നുണ്ട്. അവിടെ മണ്ണാകെ ഇളകി കിടക്കുകയാണ്. വലിയ പാടുകൾ, നല്ല ആഴമുണ്ട്. ഈ ഭാഗത്തൊന്നും ഇതുപോലെ ഒരു മൃഗത്തെ ഞാൻ കണ്ടിട്ടില്ല. ഇതെന്ത് തന്നെയായാലും നല്ല സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒന്നാണ്. ഞാൻ ഏളിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. അയാൾ ഒരു ടൂത്ത് പിക്ക് അടിച്ചു പിടിച്ച് ആലോചനയിലാണ്. എന്തേലും കിട്ടിയോ, അയാൾ ചോദിച്ചു. ഞാൻ മെല്ലെ തലയാട്ടി. ആ പാടുകൾ മുകളിലെ ആ കുന്നിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. എനിക്കൊന്ന് അവിടെ വരെ പോയി നോക്കണം. അയാൾ എഴുന്നേറ്റു. ശരി, കൂടെ വരണമെന്നുണ്ട്. പക്ഷേ ഇരുട്ടുന്നതിന് മുൻപ് എനിക്ക് പശുക്കളുടെ അടുത്തെത്തണം. ഒരെണ്ണം പ്രസവിക്കാറായി നിൽക്കുകയാണ്. നീ പൊയ്ക്കോ, പക്ഷെ അയൽക്കാരോട് പറയണം വളർത്തുമൃഗങ്ങളെയൊക്കെ വീടിനുള്ളിൽ തന്നെ നിർത്താൻ, കൂടുകളൊക്കെ നന്നായി ലോക്ക് ചെയ്യാൻ. അത് തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അയാൾ ചോദിച്ചു. ഞാൻ നേരെ ഒരു മറുപടി പറഞ്ഞില്ല. സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ്. തലയാട്ടി. ശരി ജാക്ക്, സൂക്ഷിക്കണം. അയാൾ തിരിച്ചു നടന്നു. ഞാൻ ആ കുന്നിലേക്കുള്ള വഴിയിലേക്ക് നോക്കി. കയറ്റം കുറച്ച് കഠിനമായിരുന്നു. ആകാശവും സ്വർണ്ണ നിറമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വളരെ സൈലൻ്റ് ആയിട്ടാണ് നടന്നത്. ഓരോ ചുവടും ശ്രദ്ധിച്ചു വെച്ചു. മുന്നോട്ട് പോകുന്തോറും ലക്ഷണങ്ങൾ കൂടി വന്നു. ചിതറിക്കിടക്കുന്ന തൂവലുകൾ, രോമങ്ങൾ. ഏതോ ഒരു മൃഗം ദേഷ്യത്തിൽ ഇതിലെ കടന്നുപോയതുപോലെ. പെട്ടെന്ന് എനിക്ക് ആ മണം അടിച്ചു. വായൊക്കെ ഉണങ്ങിപ്പോകുന്ന പോലൊരു മണം. ചീഞ്ഞഴുകിയ മണമല്ല, പക്ഷേ എന്തോ ഒരു വല്ലാത്ത മണം. അതെന്നെ ഒരു വലിയ പാറക്കൂട്ടത്തിനടുത്തേക്ക് എത്തിച്ചു. അവിടെയാണ് ഞാൻ അതിനെ കണ്ടത്. ഒരു മാൻ, അല്ലെങ്കിൽ മാനിൻ്റെ ബാക്കി ഭാഗം. അതിൻ്റെ ബോഡി ആകെ കീറി മുറിച്ചിരിക്കുകയാണ്. വാരിയെല്ലുകൾ ഫെൻസ് പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. നട്ടലൊടിഞ്ഞ് മടങ്ങിയിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ പല്ലുകളൊന്നും ഞെരിഞ്ഞു. അതിൻ്റെ തല അവിടെ ഉണ്ടായിരുന്നില്ല. അത് വെറുതെ മുറിച്ചെടുത്തതല്ല, പറിച്ചെടുത്തതാണ്. കഴുത്തുണ്ടാവേണ്ട അടുത്ത് വെറും ഇറച്ചി കഷ്ണങ്ങൾ മാത്രം. ഒരു കാൽ കാണാനില്ല. ബാക്കിയുള്ളവ ഓടാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണതുപോലെ വിറങ്ങലിച്ച് കിടക്കുന്നു. ഞാൻ അതിൻ്റെ അടുത്തിരുന്നു. ഈച്ചകളാകെ പൊതിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് കാര്യമാക്കിയില്ല. ബോഡിക്ക് ചുറ്റുമുള്ള അടയാളങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ, വലിയ ആഴത്തിലുള്ള പാടുകൾ. കുറച്ചപ്പുറത്ത് ഞാൻ വേറെന്തോ കണ്ടു. മണ്ണിൽ ചെറിയൊരു കുഴി, ഏകദേശം 2 അടി താഴ്ച കാണും. മരച്ചിലകൾ കൊണ്ട് പകുതി മറച്ച നിലയിൽ. മൃഗങ്ങളുടെ മട പോലെ തോന്നി. പക്ഷെ ഒരു കുറുക്കനോ മറ്റോ കഴിയാൻ പറ്റുന്നതിലും വലുതായിരുന്നു അത്. ഞാൻ അതിൻ്റെ അരികിൽ ചെന്നൊന്ന് നോക്കി. അവിടെയാണ് ഞാൻ അത് കണ്ടത്. എല്ലുകൾ, എല്ലാ തരത്തിലുള്ളതും. ചിലത് പട്ടിയുടേതോ മരപ്പട്ടിയുടേതോ പോലെ തോന്നി.
പക്ഷെ മറ്റു ചിലത്, അത് മൃഗങ്ങളുടേതല്ലായിരുന്നു. അവിടെ ഒരു കൈ ഉണ്ടായിരുന്നു, മനുഷ്യൻ്റെ കൈ. തൊലിയൊക്കെ ഉണങ്ങി ചുളിഞ്ഞ നിലയിൽ. മരിക്കുന്നതിന് മുൻപ് എന്തിനോ വേണ്ടി കൈ നീട്ടിയത് പോലെയാണ് ആ വിരലുകൾ ഇരിക്കുന്നത്. അടുത്ത് തന്നെ വേറെയും ഭാഗങ്ങൾ, കൈത്തണ്ടയുടെ എല്ലുകൾ, പല്ലുകളുള്ള താടിയെല്ലിൻ്റെ കഷ്ണം. ഞാൻ സാവധാനം പിന്നോട്ട് മാറി. പേടികൊണ്ട് ഹൃദയം ഇടിച്ചു. നട്ടെല്ലിലൂടെ ഒരു തണുപ്പ് അരിച്ചു കയറി. അവിടെ ഉണ്ടാവാൻ പാടില്ലാത്ത ഒന്ന് കണ്ടാൽ തോന്നുന്ന ഒരു തരം നിശബ്ദമായ ഭയം. ഈ അടുത്ത കാലത്തായി ഈ പരിസരത്ത് നിന്ന് കുറേ ആളുകളെ കാണാതായിരുന്നു. സിറ്റിയിലെ പേപ്പറുകളിലൊന്നും അത് വലിയ വാർത്തയായിരുന്നില്ല. അധികവും കാട്ടിലും മറ്റും ഒറ്റപ്പെട്ട് കഴിയുന്നവരോ യാത്രക്കാരോ ഒക്കെയായിരുന്നു. പെട്രോൾ പമ്പിലും കടകളിലൊക്കെ ആളുകൾ സംസാരിക്കുന്നത് കേൾക്കാം. കഴിഞ്ഞ മാസം ഒരാളെ കാണാതായതറിഞ്ഞോ? അയാളുടെ കാറ് പോലും കണ്ടുകിട്ടിയില്ല എന്നൊക്കെ. ആരും അതത്ര കാര്യമാക്കിയില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ആലോചിക്കാനുണ്ടായിരുന്നു. ആ സാധനം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ അത് തിന്നാൻ വേണ്ടിയല്ല കൊല്ലുന്നത് എന്ന് എനിക്ക് ഉറപ്പായി. അത് ഏളിൻ്റെ പാടത്തേക്ക് അടുക്കുന്നുണ്ടെങ്കിൽ ഈ ടൗണിൻ്റെ അരികിലോ ഈ ട്രെയിലർ പാർക്കിലോ എത്താൻ അധികം സമയം എടുക്കില്ല. ഞാൻ വേഗത്തിൽ തിരിച്ചു നടന്നു. ഓടുകയല്ല, പക്ഷേ പതറാത്ത നടത്തം. അടുത്തത് എന്ത് ചെയ്യണം എന്ന പ്ലാൻ ചെയ്തുകൊണ്ടുള്ള നടത്തം. ഞാൻ തിരിച്ചെത്തിയപ്പോഴേക്കും ഇരുട്ടി തുടങ്ങിയിരുന്നു. വീടുകളിൽ ലൈറ്റുകൾ തെളിഞ്ഞു. കുട്ടികൾ ബോൾ കളിക്കുന്നുണ്ട്. വയസ്സായ ഹോളീസ് തൻ്റെ പോർച്ചിലിരുന്ന് റേഡിയോ കേൾക്കുന്നു. എല്ലാം പഴയതുപോലെ തന്നെ. പക്ഷേ എനിക്കറിയാം, ഒന്നും പഴയതുപോലെയല്ല എന്ന്. ഞാൻ നേരെ നോട്ടീസ് ബോർഡിൻ്റെ അടുത്തേക്ക് പോയി. മെയിൽ ബോക്സിനടുത്തുള്ള ആ ബോർഡിൽ ആളുകളെല്ലാം എഴുതി ഒട്ടിക്കാറുണ്ട്. ഞാൻ ഒരു പേപ്പർ കഷ്ണത്തിൽ ലളിതമായി എഴുതി: വൈകുന്നേരം 6 മണിക്ക് ശേഷം ആരും പുറത്തിറങ്ങരുത്, ജാക്ക്. അത് ബോർഡിൻ്റെ നടുക്ക് തന്നെ ഒട്ടിച്ചു. ആളുകൾ അത് കാണും, പക്ഷേ അതനുസരിക്കുമോ എന്നത് വേറെ കാര്യം. ഞാൻ തിരിഞ്ഞപ്പോൾ പിന്നിൽ നിന്ന് ഒരു ചിരി കേട്ടു. മേസൺ ആയിരുന്നു അത്. 20കളിലുള്ള പയ്യനാണ്. ടൗണിലെ ഗ്യാസ് സ്റ്റേഷനിൽ നൈറ്റ് ഡ്യൂട്ടിയാണ്. അവൻ ആ നോട്ടീസ് വായിച്ചിട്ട് എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. ഇതെന്താ, കർഫ്യൂ വല്ലതും ആണോ എന്നവൻ ചോദിച്ചു. കൂടെയുള്ളവൻ എന്തൊക്കെയോ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. കുട്ടികളെപ്പോലെയാണ് അവർ പെരുമാറുന്നത്. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒരു നിമിഷം അവരെ നോക്കി നിന്നു. മേസൺ കൈകൾ ഉയർത്തി. ഞാൻ തമാശ പറഞ്ഞതാ ജാക്ക് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നടന്നുപോയി. ഏതോ പാർട്ടിക്ക് പോകുന്നതിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. കാറ്റ് ആ പേപ്പറിൽ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് അവിടെ തന്നെ ഉറച്ചു നിന്നു. അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. ബൂട്ട്സ് മാത്രം അയച്ചു വെച്ച് ഞാൻ ബെഡിൽ കിടന്നു. ജനൽ പാതി തുറന്നു വെച്ചിട്ടുണ്ട്. പുറത്തെ ചീവീടുകളുടെയും തവളകളുടെയും ഒക്കെ ശബ്ദം കേൾക്കാം. ഞാൻ ശരിക്കും ഉറങ്ങുകയായിരുന്നില്ല. പകുതി ബോധത്തിൽ തന്നെ അങ്ങനെ കിടന്നു. എൻ്റെ തോക്ക് ഭിത്തിയിൽ ചാരി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് എൻ്റെ അലാം അടിച്ചു. അത് വലിയ ശബ്ദമൊന്നും അല്ലായിരുന്നു. ഗ്ലാസ്സിൽ തട്ടുന്നത് പോലെയുള്ള താളാത്മകമായ ശബ്ദം. ഞാൻ ഞെട്ടി എഴുന്നേറ്റു. എൻ്റെ ഷെഡിന് പിന്നിൽ വെച്ച കിണിയിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ട്. വലിയ എന്തെങ്കിലും സാധനം അതിൽ തട്ടിയാൽ ബെല്ലടിക്കാൻ പാകത്തിന് ഞാൻ വയർ ചെയ്തതായിരുന്നു അത്. സാധാരണ രാത്രികളിൽ അത് അടിക്കാറില്ല. പക്ഷേ ഇന്ന് രാത്രി. ഞാൻ തോക്കെടുത്ത് സാവധാനം ജനലിൻ്റെ അടുത്തേക്ക് നീങ്ങി. പുറത്തുള്ള ഒന്നും തട്ടി മാറ്റാതെ ഞാൻ അതീവ ശ്രദ്ധയോടെ പുറത്തേക്ക് നോക്കി. ട്രെയിലറിനുള്ളിൽ നല്ല ഇരുട്ടായിരുന്നു. ലൈറ്റുകളൊന്നും ഇട്ടിരുന്നില്ല. അപ്പുറത്ത് മൈക്രോവേവ് ക്ലോക്കിലെ ആ പച്ച വെളിച്ചം മാത്രം ഉണ്ടായിരുന്നു. ഞാൻ തറയിലൂടെ എഴിഞ്ഞു ചെന്ന് ജനലിൻ്റെ അരികിൽ പതുങ്ങി നിന്ന് പുറത്തേക്ക് നോക്കി. ആദ്യം എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്ഥലത്തിനും ആ കാടിനും ഇടയിലുള്ള ആ ചെറിയ വിടവിനപ്പുറം ഫെൻസിന് മുകളിലായി അത് ഞാൻ കണ്ടു. 2 കണ്ണുകൾ, ചുവന്ന നിറം. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു മൃഗത്തിൻ്റെയും കണ്ണുകൾ അത്രയും അകലത്തിലായിരുന്നില്ല. 4 കാലിൽ നിൽക്കുന്ന ഒരു മൃഗത്തിന് അത്ര ഉയരത്തിൽ കണ്ണുകൾ ഉണ്ടാവാനും വഴിയില്ല. അനങ്ങാതെ അവ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. എൻ്റെ കയ്യിലെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നു. ഞാൻ സാവധാനം തോക്ക് കയ്യിലെടുത്തു. പെട്ടെന്ന് അത് അനങ്ങി. ചന്ദ്രപ്രകാശത്തിലേക്ക് ആ രൂപം ഒന്നിറങ്ങി നിന്നു. അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു പട്ടിയുടെ ഉടലും മുയലിൻ്റെ തലയുള്ള ഒരു ജീവി. മെലിഞ്ഞതും എന്നാൽ ബലമുള്ളതുമായ ശരീരം. പക്ഷേ
തലയിൽ മുയലിനെ പോലെ പിന്നിലേക്ക് മടങ്ങിയിരിക്കുന്ന നീളമുള്ള ചെവികൾ. മൂക്ക് വളരെ ചെറുതാണ്. കനൽ പോലെ കത്തുന്ന കണ്ണുകൾ. അതവിടെ നിവർന്നിരിക്കുകയായിരുന്നു. കൈകൾ രണ്ടും നേരെ നിലത്ത് കുത്തി കല്ലുപോലെ അനങ്ങാതെ ഇരിപ്പാണ്. ഞാൻ തോക്കുന്നം പിടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആ സാധനം ഒന്ന് തിരിഞ്ഞു. നിമിഷ നേരം കൊണ്ട് അത് നിലത്തേക്ക് അമർന്ന് ശബ്ദമില്ലാതെ കാട്ടിലേക്ക് അപ്രത്യക്ഷമായി. ഞാൻ അനങ്ങാതെ നിന്നു. 10 വരെ എണ്ണി, പിന്നെ 20 വരെ. അത് പോയി എന്നുറപ്പായപ്പോൾ ഞാൻ പുറത്തിറങ്ങി. തോക്കും കയ്യിലെടുത്ത് വളരെ സൈലൻ്റായി ഞാൻ ഷെഡിൻ്റെ അരികിലേക്ക് നടന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വാങ്ങിയ ഒരു ബെയർ ട്രാപ്പ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പല്ലുകൾ ഞാൻ തന്നെ മൂർച്ച കൂട്ടിയതാണ്. ആ ട്രാപ്പ് ഇപ്പോൾ വീണിട്ടുണ്ട്. അതിൻ്റെ കൊളുത്തുകളൊക്കെ വളഞ്ഞു പോയിരിക്കുന്നു. അവിടെ രക്തം ഉണ്ടായിരുന്നു, പച്ച രക്തം. പുല്ലിലും ട്രാപ്പിൻ്റെ പല്ലിലുമൊക്കെ രക്തം പറ്റി പിടിച്ചിട്ടുണ്ട്. രക്തത്തുള്ളികൾ കാട്ടിലേക്ക് പോകുന്ന വഴിയിൽ വീണ് കിടപ്പുണ്ട്. പക്ഷേ ഞാൻ അത് ഫോളോ ചെയ്യാൻ പോയില്ല. കുറച്ചു നേരം ഞാൻ അവിടെ ഇരുട്ടിൽ ലിസൺ ചെയ്തു നിന്നു. ചീവിടുകൾ പോലും അപ്പോൾ മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഗ്ലൗസ് ഇട്ട കൈകൊണ്ട് ആ ട്രാപ്പ് വീണ്ടും സെറ്റ് ചെയ്തു. രക്തം ഒരു തുണി കൊണ്ട് തുടച്ചു മാറ്റി. കണ്ണുകൾ കാട്ടിലേക്ക് തന്നെ വെച്ച് ഞാൻ സാവധാനം പിന്നോട്ട് നടന്നു. എനിക്ക് സമാധാനമായി ഉറങ്ങാൻ പറ്റിയില്ല. അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചതിന് പിന്നാലെ ഞാനൊരു കപ്പ് കാപ്പിയുമായി പുറത്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ വരിയിലെ ഒരു ട്രെയിലറിൽ നിന്ന് ഒരു നിലവിളി കേട്ടു. തലച്ചോറ് ചിന്തിക്കുന്നതിന് മുൻപേ നട്ടല് വിറച്ചു പോകുന്ന തരം നിലവിളി. തൊട്ടടുത്ത നിമിഷം ഒരു ചെറിയ പയ്യൻ ചെരുപ്പ് പോലും ഇടാതെ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് ഞാൻ കണ്ടു. അയൽപ്പക്കത്തെ എയിലിയായിരുന്നു അത്. 9 or 10 വയസ്സേ കാണും. കഴിഞ്ഞ മാസമാണ് ഞാൻ അവൻ്റെ അമ്മയുടെ വാഷിംഗ് മെഷീൻ നന്നാക്കി കൊടുത്തത്. ഞാൻ കാപ്പി കപ്പ് താഴെ വെച്ച് അവൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ്റെ അമ്മ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. അവരുടെ ഉമ്മറത്ത് ഒരു ചെമ്മരിയാട് ചത്ത് കിടക്കുന്നു. അതിൻ്റെ കഴുത്ത് മുതൽ വയർ വരെ കീറി മുറിച്ചിരിക്കുകയാണ്. ഉള്ളിലെ അവയവങ്ങളൊക്കെ പുറത്ത് ചാടി കിടക്കുന്നു. ആരോ കൈയിട്ട് വലിച്ചു പുറത്തെടുത്തതുപോലെ. സ്റ്റെപ്പിലെ മരത്തിലും താഴെ മണ്ണിലുമൊക്കെ രക്തം കുതിർന്നു കിടക്കുന്നു. അതിൻ്റെ ഒരു കാൽ വിചിത്രമായ രീതിയിൽ ഒടിഞ്ഞു മടങ്ങിയിട്ടുണ്ട്. മരത്തിൽ അടിച്ച് തല തകർത്ത നിലയിലായിരുന്നു. എനിക്ക് അടുത്തുപോയി നോക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇത് ഏളിൻ്റെ ആളുകളെ കൊന്ന അതേ സാധനം തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായി. രാത്രി എന്നെ നോക്കി നിന്ന അതേ ജീവി. ആ ആട് തനിയെ അവിടെ നടന്നു വന്നതല്ല, അബദ്ധത്തിൽ ചത്തതും അല്ല. ആ ജീവി ഇതിനെ എവിടെ നിന്നോ വേട്ടയാടി ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നതാണ്. ആളുകൾ താമസിക്കുന്ന ഒരു ട്രെയിലറിൻ്റെ വാതിൽക്കൽ ഒരു കുട്ടി കാണുന്ന രീതിയിൽ അത് കൊണ്ടുവച്ചതാണ്. അതിനർത്ഥം ആ ജീവിക്ക് ഇപ്പോൾ പേടി പോയിരിക്കുന്നു. അത് കാട് വിട്ട് പുറത്തിറങ്ങിയിരിക്കുന്നു. റോഡ് മുറിച്ച് കടന്ന് ആളുകൾക്കിടയിലേക്ക് അത് വന്നിരിക്കുന്നു. അതൊരു വ്യക്തമായ മുന്നറിയിപ്പായിരുന്നു. മൃഗങ്ങളെ ഇത്രയും ദൂരം വലിച്ചു കൊണ്ടുവരാൻ അതിന് കഴിയുമെങ്കിൽ അടുത്തത് അതൊരു പട്ടിയെയോ മനുഷ്യനെയോ പിടിക്കാൻ അധികം സമയം വേണ്ട. ഒരു പക്ഷേ ഒരു കുട്ടിയെ തന്നെ അയക്കാം. അപ്പോഴാണ് ഞാൻ ആ തീരുമാനം എടുത്തത്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കി നിൽക്കാൻ എനിക്ക് വയ്യ. വൈകുന്നേരമായപ്പോഴേക്കും ഞാൻ എല്ലാം പാക്ക് ചെയ്തു. എൻ്റെ പഴയ പോലീസ് ഡഫൽ ബാഗിൽ എനിക്ക് ആവശ്യമുള്ള ടൂൾസൊക്കെ എടുത്തു. നല്ല കട്ടിയുള്ള ഗ്ലൗസ്, നൈലോൺ കയർ, ഹാൻഡിങ് നൈഫ്, വിഞ്ചസ്റ്റർ റൈഫിൾ, കുറച്ചധികം റൗണ്ട്സ്, അങ്ങനെ വേണ്ടതല്ല എല്ലാം റെഡിയാക്കി ഞാൻ എൻ്റെ പഴയ ട്രക്ക് എടുത്ത് ഏളിൻ്റെ പാടത്തിൻ്റെ സൈഡിലൂടെ കുന്നിൻ്റെ അടുത്തേക്ക് ഓടിച്ചു. കാട് തുടങ്ങുന്ന ഭാഗത്ത് കുറച്ച് കുറ്റിച്ചെടികൾക്കിടയിൽ ഞാൻ വണ്ടി ഒതുക്കി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സൂര്യൻ താഴ്ന്നു തുടങ്ങിയിരുന്നു. കുന്നിൻ്റെ മുകളിൽ എത്തുമ്പോഴേക്കും ഇരുട്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. മരങ്ങളുടെ മുകളിലൂടെ ആ സ്വർണ്ണ വെളിച്ചം ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. പെട്ടെന്ന് കെട്ടുപോകുന്ന തരം വെളിച്ചം. കുന്നിൻ്റെ മുകളിലേക്ക് അധികം ദൂരമില്ലായിരുന്നു. പക്ഷെ ആ കയറ്റം എന്നെ കുറച്ച് തളർത്തി. ചവിട്ടുമ്പോൾ മണ്ണിടിഞ്ഞു പോകുന്നുണ്ട്. ഓരോ മരച്ചില്ലയും ഓരോ കുറ്റിച്ചെടികളും ശ്രദ്ധിച്ചു വേണം നടക്കാൻ. കഴിഞ്ഞ തവണ വന്ന വഴി എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ആ മാനിന്റെ ശവം കിടന്നിടത്തേക്ക് തന്നെ ഞാൻ എത്തി. അത് കാണുന്നതിന് മുൻപേ ആ മണം മൂക്കിലടിച്ചു. ചീഞ്ഞ മണം. പഴയതിലും മോശമായിരുന്നു അത്. ഞാനൊരു മരച്ചില വകഞ്ഞു മാറ്റിയപ്പോൾ കണ്ടു ആ ബോഡി മണ്ണിലേക്ക് ആകെ താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. ഈച്ചകൾ ആകെ പൊതിയുന്നു. ഞാൻ അതൊക്കെ വകഞ്ഞു മാറ്റി ഗുഹയുടെ അടുത്തേക്ക് നീങ്ങി. കഴിഞ്ഞ തവണ അത് കണ്ടപ്പോൾ ഞാൻ അത്ര ഗൗരവത്തിൽ നോക്കിയില്ലായിരുന്നു. ഉണങ്ങിയ ചില്ലകൾ മാറ്റി ഞാൻ ടോർച്ചടിച്ചു നോക്കി. ടോർച്ചിന്റെ വെളിച്ചം
ആ മൺചുമരുകളിൽ തട്ടി ഇരുട്ടിലേക്ക് അപ്രത്യക്ഷമായി. ഞാൻ കരുതിയതിലും ആഴമുണ്ടായിരുന്നു അതിന്. ഞാനൊരു കയർ താഴേക്കിട്ടു. അതിൽ തൂങ്ങിയിറങ്ങാനല്ല, തിരിച്ചു വരാനുള്ള വഴി അടയാളപ്പെടുത്താൻ. ഗ്ലൗസ് ഇട്ട് തോക്ക് മുറുക്കി പിടിച്ചു. ഞാൻ സാവധാനം അകത്തേക്ക് കടന്നു. ആദ്യം അത്യാവശ്യം വീതിയുള്ള സ്ഥലമായിരുന്നു. എനിക്ക് കുനിഞ്ഞു നടക്കാൻ പറ്റുമായിരുന്നു. തറയൊക്കെ നല്ല ഉറപ്പുള്ള മണ്ണാണ്. പക്ഷെ മുന്നോട്ട് പോകുന്തോറും വഴി ഇടിഞ്ഞു വന്നു. അവസാനം എനിക്ക് ചെരിഞ്ഞു നടക്കേണ്ടി വന്നു. ഓരോ ഇഞ്ചും ഞാൻ ടോർച്ചടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. നനഞ്ഞ മണ്ണിന്റെയും പഴയ ഇറച്ചിയുടെയും ഒക്കെ വല്ലാത്തൊരു മണമായിരുന്നു അവിടെ. ആ ടണൽ കഴിഞ്ഞ് ഒരു ചെറിയ മുറി പോലെയുള്ള സ്ഥലത്തെത്തി. എൻ്റെ ബൂട്ട്സ് എന്തിലോ തട്ടി ശബ്ദമുണ്ടാക്കി. എല്ലുകൾ, 100 കണക്കിന് എല്ലുകൾ തറയിൽ ചിതറിക്കിടക്കുന്നു. ചിലത് ചെറുതാണ്, മറ്റു ചിലത് അങ്ങനെയല്ല. അപ്പോഴാണ് ഞാൻ ആ ബോഡി കണ്ടത്. ഒരു സൈഡിലെ ഭിത്തിയിൽ ചാരിയിരിക്കുന്ന നിലയിൽ, കാലുകൾ രണ്ടും മുട്ടിന് താഴെ വെച്ച് കടിച്ചെടുത്ത നിലയിലാണ്. എല്ലുകൾ പുറത്തേക്ക് കാണാം. ഒരു കൈ വിചിത്രമായ രീതിയിൽ ഒടിഞ്ഞു കിടക്കുന്നു. മുഖം ആകെ വീർത്ത് കണ്ണുകൾ പോയിരിക്കുന്നു. പക്ഷേ എനിക്ക് അയാളെ മനസ്സിലായി. അത് ട്രെൻഡ് മക്കിയായിരുന്നു. അടുത്ത ടൗണിൽ താമസിക്കുന്ന ഒരാൾ. എല്ലാ വർഷവും ഉത്സവത്തിന് അയാളൊരു സ്റ്റാൾ ഇടാറുണ്ട്. 2 ബിയർ അടിച്ചാൽ ഉറക്കെ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആ ട്രെൻഡിനെ എനിക്കറിയാമായിരുന്നു. ഞങ്ങൾ അത്ര വലിയ കൂട്ടുകാരായിരുന്നില്ല. എങ്കിലും എനിക്ക് അയാളെ നല്ല ഓർമ്മയുണ്ട്. ഇപ്പോൾ അയാൾ വെറും ഒരു ശവം മാത്രമായി ആ മണ്ണിനടിയിൽ കിടക്കുന്നു. ഈ ജീവി, ഇത് ആടിനെയും ചെമ്മരിയാടിനെയും മാത്രമല്ല കൊല്ലുന്നത്. ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി ശവം കൊണ്ടിടുക മാത്രമല്ല ചെയ്യുന്നത്. ഇത് മനുഷ്യരെ കൊല്ലുകയാണ്. എവിടെ നിന്നോ അവരെ പിടിച്ച് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്ന് ഓരോ കഷ്ണങ്ങളായി തിന്നുകയാണ്. ട്രെൻഡിനെ അത് ആസ്വദിച്ച് തന്നെയാണ് തിന്നത് എന്ന് കണ്ടാലറിയാം. ഞാൻ കുറേ നേരം അവിടെ തന്നെ നിന്നുപോയി. എൻ്റെ കാൽമുട്ടകൾ വേദനിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനല്ല. ഈ ജീവിക്ക് നല്ല സ്പീഡും കരുത്തുമുണ്ട്. ഒരു തോക്കും കൊണ്ട് നേർക്ക് നേർ ചെന്നാൽ അത് ആത്മഹത്യക്ക് തുല്യമായിരിക്കും. അതിതുവരെ ഇങ്ങോട്ട് തിരിച്ചു വരാത്തത് എൻ്റെ ഭാഗ്യം. വന്ന വഴിയിലൂടെ തന്നെ ഞാൻ സാവധാനം പുറത്തേക്ക് കടന്നു. തോക്ക് റെഡിയാക്കി വെച്ച് ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ചാണ് ഞാൻ നീങ്ങിയത്. ഗുഹയുടെ വാതിൽക്കൽ എത്തിയപ്പോഴേക്കും വെളിച്ചം ഏകദേശം പോയി കഴിഞ്ഞിരുന്നു. ഞാൻ എൻ്റെ കയർ വലിച്ച് ബാഗിലിട്ട് വേഗം പണി തുടങ്ങി. നേർക്കുനേരെ നിന്ന് ഈ ജീവിയെ നേരിടാൻ എനിക്ക് കഴിയില്ലെങ്കിൽ എൻ്റെതായ രീതിയിൽ അതിനെ പുറത്തെത്തിക്കണം. എൻ്റെ ബാഗിൽ കുറച്ച് ഉണക്കയിറച്ചി, ഒരു ലൈറ്റർ, ഫസ്റ്റ് എയ്ഡ് കിറ്റിലെ അരക്കുപ്പി ആൽക്കഹോൾ, ഡക്ട് ടേപ്പ്, ഒരു തുണി, പിന്നെ ഒരു കാലി ക്യാൻറ്റീൻ എന്നിവ ഉണ്ടായിരുന്നു. അത് വെച്ച് എനിക്ക് വേണ്ടത് ഞാൻ ഉണ്ടാക്കി. ക്യാൻറ്റീനിലേക്ക് ആൽക്കഹോൾ ഒഴിച്ച് തുണി തിരുകി ഡക്ട് ടേപ്പ് കൊണ്ട് ഞാൻ അത് സീൽ ചെയ്തു. തീയിട്ട് അതിനെ കൊല്ലാനല്ല ഞാൻ നോക്കിയത്. അതുകൊണ്ട് വലിയൊരു കാട്ടുതീ ഉണ്ടാവരുത് എന്ന് എനിക്കുണ്ടായിരുന്നു. എലീനെ പുകച്ച് പുറത്ത് ചാടിക്കുന്നത് പോലെ അതിനൊന്ന് ശ്വാസം മുട്ടിക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പഴയ ക്യാമ്പ് ബാഗിലിരുന്ന് കുറച്ച് മുളക് പൊടി കൂടി ഞാൻ ആ മിശ്രത്തിൽ ചേർത്തു. അതിൻ്റെ അടുത്ത് നിന്നാൽ തന്നെ മൂക്ക് നീറുന്ന അത്ര പവറായിരുന്നു അതിന്. ആ ചെറിയ ഗുഹയ്ക്കുള്ളിൽ അത് പണി തരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ആ ക്യാനൊന്ന് കുലുക്കി, തുണിക്ക് തീ കൊടുത്തു, ഗുഹയുടെ ഉള്ളിലേക്ക് എറിഞ്ഞു. അത് സാവധാനം ഉള്ളിലേക്ക് ഉരുണ്ടുപോയി. ഞാൻ വേഗം പിന്നോട്ട് മാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ നിന്ന് ചാര നിറത്തിൽ കട്ടിയുള്ള പുക വരാൻ തുടങ്ങി. ഞാൻ ഏകദേശം 20 യാർഡ് അകലെയുള്ള ഒരു വലിയ മരത്തിന് പിന്നിൽ തോക്കും റെഡിയാക്കി ഒളിച്ചു നിന്നു. 10 മിനിറ്റ് കഴിഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. 15 മിനിറ്റ്. പിന്നെയും നിശബ്ദത. 20ാമത്തെ മിനിറ്റിൽ മണ്ണിനടിയിൽ എന്തോ അനങ്ങുന്ന ശബ്ദം കേട്ടു. മണ്ണിലൂടെ ഒരു മൃഗം ശ്വാസം കിട്ടാതെ പിടയുന്നത് പോലെയുള്ളൊരു ശബ്ദം. പിന്നെ ആ രൂപം പുറത്തേക്ക് വന്നു. ഒരു കാൽ വലിച്ചു വെച്ച് വളരെ കഷ്ടപ്പെട്ടാണ് അത് പുറത്തെത്തിയത്. ആ മുടന്ത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, എൻ്റെ ട്രാപ്പിൽ വീണ ആ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. പുകയൊക്കെ അതിൻ്റെ രോമങ്ങളിൽ പറ്റിപ്പിടിച്ചിരുന്നു. അടുത്ത് കണ്ടപ്പോൾ അത് കൂടുതൽ ഭീകരമായിരുന്നു. ഒരു മനുഷ്യനേക്കാൾ പൊക്കമുണ്ട്. പക്ഷെ നട്ടലിലൊക്കെ പുറത്തേക്ക് തള്ളി വളഞ്ഞു നിൽക്കുന്നു. ആ മുയൽ നായയുടെ മുഖത്ത് കറുത്ത പാടുകൾ വീണിട്ടുണ്ട്. ആ പുകയ്ക്കിടയിലും ചുവന്ന കണ്ണുകൾ കനൽ പോലെ കത്തുന്നുണ്ടായിരുന്നു. ഗുഹയ്ക്ക് പുറത്ത് വന്ന് നിന്ന് അതൊന്ന് ചുമച്ചു. എന്നിട്ട് തിരിഞ്ഞു. നേരെ എന്നെ തന്നെ നോക്കി. ആ ഇരുട്ടിലും പുകയ്ക്കുമിടയിലൂടെ ആ കണ്ണുകൾ എന്നെ ലോക്ക് ചെയ്തു. അതിനെന്നെ മനസ്സിലായതുപോലെ, എന്നെ ഓർമ്മയുള്ളതുപോലെ. ഞാൻ പിന്നെ വൈകിപ്പിച്ചില്ല. ട്രിഗർ അമർത്തി. റൈഫിൾ എൻ്റെ തോളിലൊന്ന് തട്ടി. വെടിയുണ്ടയുടെ ശബ്ദം ആ കുന്നിൻ മുകളിൽ മുഴങ്ങിക്കേട്ടു. ആ ജീവിയുടെ തലയൊന്ന് പിന്നോട്ടാഞ്ഞു. ശബ്ദമൊന്നുമില്ലാതെ അത് നിലം പതിച്ചു. പിന്നെ അത് അനങ്ങിയില്ല.
അടുത്ത ദിവസം രാവിലെ ഞാൻ തിരിച്ച് ട്രെയിലർ പാർക്കിൽ എത്തുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മഞ്ഞ കലർന്ന ഓറഞ്ച് വെളിച്ചം എല്ലായിടത്തും പടർന്നു കിടക്കുന്നു. ഞാൻ വണ്ടി എൻ്റെ ട്രെയിലറിന്റെ മുന്നിൽ നിർത്തിയിറങ്ങി. തലേന്നത്തെ ആ രക്തം പുരണ്ട ജാക്കറ്റ് തന്നെയായിരുന്നു വേഷം. 2 കുട്ടികൾ അവിടെ ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. ചെമ്മരിയാടിനെ കണ്ട അതേ ഏലി തന്നെയായിരുന്നു അതിലൊരാൾ. അവൻ എന്നെ കണ്ടപ്പോൾ ഒന്ന് നിന്നു, കണ്ണുകൾ ചുരുക്കി നോക്കി. അവന്റെ നോട്ടം എൻ്റെ ജാക്കറ്റിലെ ആ കറകളിലേക്ക് നീണ്ടു, പിന്നെ എൻ്റെ മുഖത്തേക്ക്. അവനൊന്നും ചോദിച്ചില്ല, ഞാൻ ഒന്നും പറഞ്ഞതുമില്ല. കുട്ടികൾക്ക് ചിലപ്പോൾ മുതിർന്നവരെക്കാൾ കാര്യങ്ങൾ മനസ്സിലാകും. എപ്പോഴാണ് ചോദിക്കേണ്ടത് എന്ന് അവർക്കറിയാം. ഞാൻ അവനെ നോക്കി ഒന്ന് തലയാട്ടിയിട്ട് നടന്നു. പാർക്കിൽ ആളുകൾ എഴുന്നേറ്റ് തുടങ്ങിയിരുന്നു. ആരോ ചപ്പുചവറുകൾ കളയാൻ പുറത്തേക്ക് വരുന്നു. ചില ട്രെയിലറുകളിൽ നിന്ന് റേഡിയോയുടെയും ചായ തിളയ്ക്കുന്നതിൻ്റെയും ഒക്കെ ശബ്ദം കേൾക്കാം. കഴിഞ്ഞ രാത്രി എന്താണ് നടന്നതെന്ന് മിക്കവർക്കും അറിയില്ല. അത് അവരോട് വിളിച്ചു പറയാൻ എനിക്ക് താല്പര്യവും ഇല്ല. പക്ഷേ അറിയേണ്ടവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. 3-ാം നമ്പർ ലോട്ടിലെ ഫ്രാങ്ക് തന്റെ ട്രക്കിന് ചാരി നിന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു. മിസ്സിസ് ലിയറി ചായക്കപ്പുമായി തന്റെ പോർച്ചിൽ നിൽപ്പുണ്ട്. ഞാൻ ആരോടൊന്നും മിണ്ടിയില്ല. ഞാൻ അവരെ ഒന്ന് നോക്കി. ആ നോട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു ഒരു ഉറപ്പ്. ഇനി കുട്ടികൾ സുരക്ഷിതരാണ്. ഈ പറമ്പുകൾ ഇനി ശാന്തമായിരിക്കും. അവർക്ക് അത്രയും അറിഞ്ഞാൽ മതി. കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഞാൻ വണ്ടിയെടുത്ത് ടൗണിലേക്ക് പോയി. എനിക്കൊരു കാര്യം കൂടി പൂർത്തിയാക്കാനുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷൻ പണ്ടത്തെ പോലെ തന്നെ ഇരിക്കുന്നു. മുന്നിലെ ജനലിൽ ആ പഴയ ലോഗോ, ആ കാറ്റിൽ പറക്കാത്ത കൊടി, എല്ലാം പഴയതുപോലെ. പക്ഷേ ഉള്ളിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ കമ്പ്യൂട്ടറുകളും ഗ്ലാസ് പാർട്ടീഷനൊക്കെ വന്നിരിക്കുന്നു. ഡെസ്കിലിരുന്ന് ആ പുതിയ ഓഫീസർ എന്നെ നോക്കി. ആരെ കാണാനാണ് വന്നത് എന്ന് അയാൾ ചോദിച്ചു. എനിക്ക് ജെൻസനെ കാണണം എന്ന് ഞാൻ പറഞ്ഞു. അയാൾ പുറകിലെ ഓഫീസിലേക്ക് വിരൽ ചൂണ്ടി. ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് വലിയ പണിയൊന്നും കിട്ടാത്ത ഒരു പയ്യനാണെന്ന് തോന്നുന്നു. ജെൻസൺ പണ്ടത്തെ അതേ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. മുടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, വയറൊക്കെ കുറച്ച് ചാടിയിട്ടുണ്ട്. പക്ഷെ എന്നെ കണ്ടതും ഞങ്ങൾ പണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്ത കാലത്തെ പോലെ അവൻ ചിരിച്ചു. ദാ നോക്കി ആരാ വന്നതെന്ന്. എന്താ ജാക്ക്, ഈ പുതിയ പിള്ളേർക്ക് തോക്ക് പിടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കാൻ അവർ നിന്നെ വിളിച്ചോ? കസാരയിൽ പിന്നിലേക്ക് ചാരിയിരുന്ന് അവൻ ചോദിച്ചു. അതൊന്നുമല്ല, എനിക്കൊരു റിപ്പോർട്ട് ഫയൽ ചെയ്യാനുണ്ട്, ഞാൻ പറഞ്ഞു. അത് കേട്ടതും അവന്റെ മുഖത്ത് ചിരി മാറി. അവൻ ഗൗരവത്തിലിരുന്നു. ഒരു പേപ്പറും പേനയും എടുത്തു. ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ഗുഹയെക്കുറിച്ചും അവിടെ കണ്ട ബോഡിയെക്കുറിച്ചും. അത് അടുത്ത ടൗണിലെ ടെൻമക്കയുടേതാണെന്ന് ഞാൻ പറഞ്ഞു. ബോഡിയിൽ അധികം ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. എങ്കിലും അത് അയാളാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ജെൻസൺ ഇടയ്ക്ക് കയറി ഒന്നും ചോദിക്കാതെ എല്ലാം കേട്ടു നിന്നു. എന്ത് മൃഗമായിരിക്കും ഇത് ചെയ്തതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? കുറച്ചു നേരത്തേക്ക് ശേഷം അവൻ ചോദിച്ചു. ഒരു വലിയ ചെന്നായ, നല്ല അഗ്രസീവാണ്. ഞാൻ ഇന്നലെ രാത്രി അതിനെ ട്രാക്ക് ചെയ്തിരുന്നു, ഞാൻ പറഞ്ഞു. നീ അതിനെ കൊന്നോ? അവൻ ചോദിച്ചു. ഞാൻ തലയാട്ടി. ബോഡി എന്ത് ചെയ്തു? ഞാൻ അത് കത്തിച്ചു കളഞ്ഞു. മില്ലറുടെ പുറകിലുള്ള ആ പഴയ ജങ്ക് യാർഡിൽ കൊണ്ടുപോയി തീ വെച്ചു. അത് പുറത്തുപേക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് അതായിരുന്നു. അത് കേട്ടപ്പോൾ അവൻ പുരികൊന്നു പൊക്കി. അവന് കുറെ ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വെച്ച് അവനൊന്നും ചോദിച്ചില്ല. അവൻ സാവധാനം തലയാട്ടി ആ പേപ്പറിൽ എന്തൊക്കെയോ കുറിച്ചു. അപ്പൊ നിന്റെ കൈവിട്ടു പോയിട്ടില്ല അല്ലേ? അവൻ പറഞ്ഞു. ഞാനൊന്ന് തളർച്ചയോടെ ചിരിച്ചു. ഏതാണ്ട്. നിനക്ക് തിരിച്ചു വന്നൂടെ? ഫുൾ ടൈം വേണമെന്നില്ല. ഈ പുതിയ പിള്ളേരെ ഒന്ന് ട്രെയിൻ ചെയ്യാൻ സഹായിച്ചാൽ മതി. അവൻ എന്റെ തോളിൽ തട്ടി പറഞ്ഞു. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ജെൻസന്റെ ആ വാക്കുകൾ എന്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ആദ്യം ഒരു തമാശയായി തോന്നിയെങ്കിലും തിരിച്ചു വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സീരിയസ് ആയി ആലോചിച്ചു. റിട്ടയർമെന്റ് എന്ന് വെച്ചാൽ ലൈഫ് സ്ലോ ആവുക, സമാധാനത്തോടെ ജീവിക്കുക എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. ഫ്രണ്ട്സ് നന്നാക്കിയും മീൻ പിടിച്ചും ഞാൻ സമാധാനം കണ്ടെത്തിയിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എന്നെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. നമ്മൾ മറ്റുള്ളവർക്ക് ഉപകരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിംഗ്. ഞാൻ തിരിച്ച് ട്രെയിലർ പാർക്കിലെത്തിയപ്പോൾ കുട്ടികൾ പഴയ പോലെ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കരുതിയതുപോലെ എൻ്റെ ഉള്ളിൽ ആ പഴയ പോലീസ് ജാക്ക് മരിച്ചിട്ടില്ല. ഞാൻ ഇപ്പോ ബാഡ്ജ് ധരിച്ചിട്ടില്ലായിരിക്കാം, പക്ഷെ എനിക്ക് ഇനിയും മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും.